ബാബാന്ന് വിളിക്കാൻ ഞാൻ തോന്നുന്നു കോഴിയാ. നിങ്ങളെ സ്വഭാവമല്ല ചോദിച്ചത്. അണ്ണാ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതിയെന്ന്. എന്തോന്ന് നിന്നാ മതി എന്ന്? ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു 2 ദിവസം നീ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഈ കഥാപാത്രത്തെ വിശദമായി പഠിച്ചൊരു കലക്ക് 2 ദിവസം തന്നിരുന്നെങ്കിൽ പറഞ്ഞു തുലയ്ക്കുമെന്ന് എനിക്കറിയാമോ. ഒരു കാര്യം ഞാൻ പറയാം, ഓവർ ആക്ടിങ് ഒന്നും വേണ്ട. ക്രിസ്മസ് ആയിട്ട് അവക്ക് 25,000 രൂപയുടെ ചിട്ടി അടിച്ചിരിക്കുകയാണ്. 1000 രൂപ ചോദിച്ചിട്ട് അവൾ എനിക്ക് തരണില്ല. നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും അഭിനയിച്ചു എനിക്കൊരു 10,000 രൂപ അടിച്ച് തരണം. ഓവറാക്ട് ചെയ്യണേ എപ്പോഴെന്ന് അറിയാമോ? നീ ലൈവ് കാണിച്ച് ഇവിടെ മെഴുകി നിൽക്കുമ്പോഴാണ് ഞാൻ ഓവറാക്ട് ചെയ്ത് ഇത് രക്ഷപ്പെടുത്താൻ നോക്കണത്. എന്നാ നിങ്ങൾ എന്റെ കൂടെ ഇത്തിരി നിന്ന് തരണം. എന്നാലും ഇത് ബാബു ആന്റണി ആയിട്ടൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ബാബു ആന്റണിയാ അണ്ണാ സാന്റാക്ലോസ്. ശരി ഓക്കെ, അപ്പൊ ഞാനൊരു ഐഡിയ പറയും. നിങ്ങൾ മാറി നിൽക്കുന്നു, അവള് വരുമ്പോൾ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടാണൊക്കെ വരണം. ദൈവികത കുറച്ച് കൂടുതലാണ് അവക്ക്. അത് പ്രഭാ വലയം കാണും പറയാ. പിന്നല്ലേ അഭിനയിച്ച് കയറ്റിക്കൊള്ളണം. എങ്ങനെയെങ്കിലും 10,000 രൂപ മേടിച്ച് എനിക്ക് തരണം. ഈ ധൈര്യമായിട്ട് ഞാൻ ഏറ്റു. അവിടെ കിണറ്റിന്റെ ബാക്കിൽ ഒളിച്ചിരുന്നു. വിളിക്കാം ഇരുന്നോ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, നന്മ നിറഞ്ഞവനെ. രാവിലെ ഒരു കാലിത്തൊഴുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞതാ, ഇത്രയും നേരമായിട്ട് അത് കഴിഞ്ഞില്ലേ? എന്റെ പൊന്നു സുഹൃത്തെ, രാവിലെ മുതൽ ഒരു കാലിത്തൊഴുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഉണ്ണിയേശും ആടും ആട്ടിരമാരൊക്കെ എവിടെ? നീ എന്റെ അടുത്ത് എന്തിനാണ് പറഞ്ഞത് കാലിത്തൊഴുത്ത് ഉണ്ടാക്കാൻ? അപ്പൊ ഞാൻ കാലിയായ ഒരു തൊഴുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ആവശ്യമുള്ള ഐറ്റങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് നിറയ്ക്കാം. ഒരു സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ മനുഷ്യ? എന്ത് നിങ്ങൾ കൂടി എനിക്ക് ഒരു ഉപയോഗം ഇല്ല. സ്കൂളിൽ പോയ 4 പിള്ളേർ നമ്മളെ വന്ന അതിനൊരു കുറവുമില്ല. നീ അങ്ങനെ സംസാരിക്കരുത് എന്റെ കൂടെ. എടി, ഞാൻ നിന്റെ പെണ്ണ് കാണാൻ വന്നപ്പോ നീ എന്റെ അടുത്ത് എന്തോന്ന് പറഞ്ഞത്? എന്തോന്ന് പറഞ്ഞു? എന്നെ എല്ലാ ദിവസവും ജോലിക്ക് വിടണം, എന്നെ വീട്ടിൽ അടച്ചിട്ട് വളർത്താൻ പറ്റത്തില്ല എന്ന്. അന്ന് മുതൽ ഇന്ന് വരെ നിന്നെ ഞാൻ ജോലിക്ക് വിടുന്നില്ലേ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ ജോലിക്ക് നിങ്ങൾ പോണ്ടാന്ന്? പറഞ്ഞില്ലല്ലോ. പിന്നെ മര്യാദക്ക് ജോലിക്ക് ഇറങ്ങി പോ മനുഷ്യ. ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ഞാൻ മടുത്ത്. എനിക്ക് വയ്യ ഇങ്ങനെ കിടന്ന് നരയിക്കാൻ. എന്റെ ഈ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ ഇവിടെ ആരും ഇല്ലേ ദൈവമേ. ഞാൻ ഇത്രയും വിഷമിച്ച ഓരോ കാര്യങ്ങൾ പറയണ അങ്ങനെ അവിടെ നിന്ന് ചിരിക്കുന്നു. ഞാൻ ചിരിച്ചില്ല. ചിരി കേട്ടില്ലേ? അപ്പൊ ഇവിടെ ആരാ ചിരിച്ചേ? ഞാൻ കേട്ടില്ല. കള്ളം പറയല്ലേ ചേട്ടാ. എടി, എനിക്ക് ചിരി കേട്ടോളൂ. നിനക്ക് എന്തൊരു പറ്റിയത്? ചേട്ടാ, ഇവിടെ ആരോ ചിരിക്കുന്നുണ്ട്. കേട്ടില്ലേ? എന്റെ പൊന്നെ, ഞാൻ ഇവിടെ ഒരു ചിരി ഒന്നും കേക്കില്ല. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കുമെന്ന്. പിന്നെ എന്നാലും എനിക്ക് കേൾക്കുന്നുണ്ട് ചേട്ടാ. ഇല്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അമ്മേ, ആരാ നിങ്ങൾ? ആരാ? എന്ത് ചേട്ടാ കാണുന്നില്ല? ഇവിടെ ഒരാള് നിപ്പുണ്ട് ചേട്ടാ. നിനക്ക് എന്തൊരു പറ്റിയത്? ഇവിടെ ഒന്നും ആരും ഇല്ല. കൊണ്ടുമില്ല. ഞാൻ മൊത്തം നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കുമെന്ന്. ചേട്ടാ, ഇവിടെ ഒരാള് നിപ്പുണ്ട്. എന്റെ പൊന്നെ, നീ ഒരു കാര്യം നീ ശബ്ദമൊക്കെ കേൾക്കണം എന്നാണ് പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും ആണോ? അങ്ങോട്ടൊക്കെ പോയി നോക്കിയാണ്. ആണോ? പൾസല്ല, കുഞ്ഞാട്. അവിടെയൊന്നും ഇല്ലല്ലേ? ഇല്ല ചേട്ടാ. പിന്നെ ഇത് എന്തരടി നീ ചുമ്മാ ആവശ്യമില്ല. എനിക്ക് ഇവിടെ നിക്കുന്നുണ്ട്, എനിക്ക് കാണുന്നുണ്ട് ചേട്ടാ. ഇവിടെ ഒരാള് നിപ്പുണ്ടെന്ന്. നിക്കണ ചേട്ടാ, കളിക്കല്ലേ ചേട്ടാ? കാണുന്നില്ലേ നിങ്ങക്ക്? എനിക്ക് കണ്ടൂടാ. അങ്ങനെ ഒരാൾ നിക്കണേ. നീ ആരെന്ന് ചോദിച്ചു? നിങ്ങൾ ആരാ? ഞാൻ എല്ലാ മാസം 25-ാം തീയതി ഭക്ഷണ പൊതിയുമായി വരുന്ന അങ്ങേരി. ഡിസംബർ 25-ാം തീയതി സമ്മാനങ്ങളുമായിട്ട് വരുന്ന അങ്ങേരാണ് ഞാൻ. ആള് എന്തെന്ന് പറയണ്? നിങ്ങൾ ആരാ മനുഷ്യ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നിനക്ക് വേറെ വല്ലതും സംഭവിച്ചാ? എന്ത് സംഭവിക്കാ ചേട്ടാ? ആളവിടെ വന്നിരിക്കണേ. ആരുമില്ല. നീ ആരെന്ന് ചോദിച്ചു? നിങ്ങൾ ആരാ? ഞാൻ മിയ ഖലീഫ. എന്തോന്ന് കാണിക്കുന്നത്? എന്റെ ദൈവമേ ചേട്ടാ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണതല്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയാ? അല്ലെന്ന്. ഇവിടെ മിയ ഖലീഫ എന്ന് പറഞ്ഞിട്ട് ഒരാള് നിപ്പുണ്ട്. എനിക്ക് കണ്ടെത്തൂടെ. നീ ചുമ്മാ ആവശ്യമില്ലാതെ പറയല്ലേ. ഒരു കാര്യം ചെയ്. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് എന്നെ നോക്കൂ. മരക്കിഴങ്ങെ, നിന്റെ ഒറ്റയ്ക്ക് ഇന്ന് സ്പർശിക്കാനല്ല പറഞ്ഞത്. അയാളോട് നിന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ പറയൂ, എന്നിട്ട് എന്നെ നോക്കാൻ പറയൂ. അത് കുറച്ച് റിസ്ക് എലമെന്റ് ആണ്. ഞാൻ കണ്ണടച്ചോളാം. ചേട്ടാ, എന്റെ കയ്യിലൊന്ന് തൊട്ടേ. എന്തിന്? തൊട്. അതിനല്ല, പിന്നെ തൊട്ടിട്ട് അങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? അങ്ങോട്ട് നോക്ക്. കണ്ടിപ്പോ കാണാനില്ല. ഒരു താടി വെച്ച മനുഷ്യനെ കണ്ട് ഇപ്പൊ കാണാനില്ല. എന്നെ ഒന്ന് പിടിച്ചേ. തൊട്ട്. അയ്യോ, നിക്കണ്. കാണുന്നില്ലേ? കാണുന്നു. ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? വിശ്വാസമായി. മറ്റേ സാന്റാക്ലോസ്. അതാണ് ഞാൻ. സാന്റാക്ലോസോ? എന്റെ ദൈവമേ, എന്റെ വീട്ടില് സാന്റാക്ലോസ്
സാന്റാക്ലോസോ? ചേട്ടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കൊന്നും നിന്റെ ഭക്തിയിൽ മൂത്ത് വന്നതായിരിക്കും ഒന്ന് സാന്റാക്ലോസ്. ഞാൻ ഫിൻലാൻഡിൽ അങ്ങനെ ഇരുന്നപ്പം ഈ കുട്ടിയുടെ പ്രാർത്ഥന ഞാൻ കേട്ടു. ഞാൻ അപ്പൊ തന്നെ എന്റെ വെളുത്ത കുതിര എടുത്തോണ്ട് ആകാശത്തോടെ പടക്കം പടക്കം എന്ന് പറഞ്ഞു വന്നപ്പോ കുറെ പിള്ളേർ താഴെ നിന്ന് എന്നെ നോക്കി പാപ്പാ പാപ്പാ എന്ന് വിളിക്കുന്നു. അപ്പൊ ശാരദയിലെ മക്കള്. അതല്ല, ഒരു നേരം ബിവറേജിൽ പോയ ഒരു ക്വാർട്ടർ പോലെ ഒരു കേക്ക് പോലും കഴിക്കാൻ പറ്റാത്ത പാവങ്ങൾ എന്നെ നോക്കി പൈസ തരൂ, കേക്ക് തരൂ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ഒരു 12,500 രൂപ. 2,500 രൂപ കൂടുതൽ. അല്ല, 10,000 രൂപ മതിയല്ലോ കേക്കൊക്കെ മേടിക്കാൻ. ഒരു 2,000 രൂപ കൂടുതലാണ്. നീ വാ. മുഴുവനും കൂടുതൽ തന്നെ ചേട്ടാ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു 500 രൂപ പോലും ഞാൻ കൊടുക്കൂല. എടി, ഫിൻലാൻഡിലെ പിള്ളേര് പട്ടിണി കിടക്കണെന്ന്. ഫിൻലാൻഡിലെ പിള്ളേര് പട്ടിണി കിടക്കണേ നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഈ വീട്ടില് ഉണ്ണുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എടി, ഫിൻലാൻഡിൽ കിടക്കുന്നത് നമ്മളെ മക്കളല്ലേ? എടി, ഫിൻലാൻഡിൽ കിടക്കണ നമ്മളെ മക്കളോ? നമ്മളെ മക്കളെന്ന് വെച്ചാൽ നമ്മളെ പോലത്തെ മക്കൾ, നമ്മളെ മക്കളെ പോലത്തെ മക്കളല്ലേ? നടക്കൂല ചേട്ടാ. ചേട്ടാ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരിയെന്ന് ഞാൻ പൈസ കൊടുക്കൂല. ഞാൻ ഒരു കാര്യം പറയട്ടാ, നീ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ചെട്ടി നിനക്ക് അടിച്ചാ? അടിച്ചു. ആരടിപ്പിച്ചത്? ദൈവം തന്നത്. സാന്റാക്ലോസ്. ആര്? സാന്റാക്ലോസ്. ഒന്ന് പോ മനുഷ്യ. എടി, നീ വിശ്വസിക്കണോന്ന്. പിന്നെ ഞാൻ ഈ ഫിൻലാൻഡിലെ രേഷ്മ പുരുഷ സ്വയം സഹായ സംഘത്തിലെ മെമ്പറാ. അല്ല, ഞാൻ അവിടുത്തെ സാന്റാക്ലോസുമാരുടെ ഈ ക്ലബിലെ മെമ്പറാ. മെമ്പറോ? എന്നിട്ടും വിശ്വാസം പറഞ്ഞില്ലേ? നിങ്ങൾ കൈവിട്ടെ, എനിക്ക് വിശ്വാസം ഇല്ല. വിശ്വാസം വരുന്നില്ല? ഇല്ല. ദാ ഇങ്ങ് വരൂ. ശ്ശോ, മുട്ടായി. എനിക്കാണോ? അതെ, എടുത്തോളൂ. സാധനം തന്നാണോ? എന്റെ സമ്മാനമാണ്. സത്യമായിട്ടോ? വായുവെന്നെടുത്തത് ശ്ശോ, വിശ്വാസമായില്ലേ? ഇപ്പൊ എനിക്ക് വിശ്വാസമായി. പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കണം. കൊടുക്കണോ? ഫിൻലാൻഡിലെ പിള്ളേര് അല്ലേ അതെ, അതെ. പട്ടിണി കിടക്കണ്. 12,500. 2,500 അല്ല, 12,500. എന്നാ പിന്നെ കൊടുക്കല്ലേ? കൊടുക്കാം. എന്തായാലും സാറിന്റെ വീട്ടിലേക്ക് വന്നേല്ലേ, ഞാൻ നല്ല അപ്പവും മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ടേ പോകാവേ. ഞാൻ അകത്തെ ഫുഡ് എടുത്ത് വെക്കാം. ശരി. ആടാ പുല്ല മിയ ഖലീഫ. നീ വായിക്കൊള്ളണ പേര് വേണം പറഞ്ഞു തരാൻ. ഇവിടെ സാന്റാക്ലോസ് എന്ന് പറയാൻ നിനക്ക് ഇതുവരെ പഠിച്ചില്ലേ നീ? അതൊന്നും എന്റെ വായിക്കൊള്ളു. ഞാൻ പറഞ്ഞില്ല ബാബോന്റെ. ഒരു കാര്യം ചെയ്യ്, സംഭവം ഏറ്റിട്ടുണ്ട്. 12,500 രൂപ റെഡി. നീ റെഡി ആയിട്ടില്ല. ഞാൻ അകത്ത് പോയി അവളെ എവിടെയൊക്കെ പൈസ വെച്ചേക്കണ അതെല്ലാം അവളെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഇപ്പൊ വരും. ഞാനും വരാം. ഓക്കെ, വാ. വശം പിടിക്കാൻ വേണ്ടിട്ട്. അയ്യോ ചേട്ടാ, ചേട്ടാ ഇവിടെ സാന്റ. എവിടെ നിൽക്കുന്നേട്ടാ? നിനക്കിത് എന്തിന്റെ കുഴപ്പം? ഇവിടെ എവിടെ സാന്റാക്ലോസ് ഇരിക്കുന്നത്? എവിടെ? മനുഷ്യന്റെ കയ്യിലൊന്ന് പിടിച്ചേ. ഇന്ന് നോക്ക്. കണ്ട് ഇല്ലേ? അപ്പൊ അകത്തുള്ളതോ? ഇത് സംഭവം എന്താണെന്നറിയോ? ക്രിസ്മസ് അല്ലേ, സാന്റകളെല്ലാം ഒരുമിച്ച് ഇറങ്ങിയതാണ്. നീ അകത്ത് പോയി നോക്കും തരുന്നു. നോക്കിട്ടോ. ആലമ്പനെ വച്ച് കയറ്റത്തിന് ആണാ നീ? അണ്ണാ, ഞാൻ ശിവു. ഞാൻ കറക്റ്റ് സമയത്തല്ലേ വന്നത്. പുല്ല, രാവിലെ ഞാൻ നിന്റെ കൂടെ അന്ന് ചോദിച്ചാ നിനക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ നീ എന്നിട്ട് പറഞ്ഞ പെണ്ണുങ്ങളെ പറ്റിക്കാൻ നിനക്ക് മനസ്സില്ലെന്ന്. അത് ഈ കാര്യമുണ്ടല്ലോ, ഞാൻ ഇന്ന് രാവിലെ എന്റെ പെണ്ണുമ്പിളയുടെ വാട്സപ്പ് ചാറ്റ് നോക്കിയപ്പോണ്ടല്ലോ, എന്റെ അണ്ണ അവളെല്ലാം കുറെ നാളായിട്ട് തേച്ചോണ്ടിരിക്കുന്നു. ഇല്ല, അവളെ വെറുതെ വെച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് എനിക്ക് പെണ്ണുങ്ങൾക്ക് മൊത്തം വാശിയായി. അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളും ഞാൻ തേക്കും പറ്റിക്കും, ഉറപ്പാ. ഒരു കാര്യം ഞാൻ പറയാലോ, നീ വരാത്തോണ്ട് വേറെ സെറ്റപ്പ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് പറ്റൂല. എടാ നീ പോടാ. എന്റെ അമ്മേനെ വാറ കൊടുക്കണം. എടാ നീ പോടാ. അതല്ലെന്ന് അവളെ വിളിക്കാൻ പറ്റിക്കിട്ടില്ല. പോ, അവളെ വിളിക്കാൻ പറ്റിക്കില്ല. ഇറങ്ങി പോയാ മനുഷ്യനെ കൊല്ലാൻ. എന്തോന്നൊരു ശബ്ദം കേട്ടത്? അതിനെ ഞാനും നോക്കണം എന്തൊരു ശബ്ദം കേട്ടു. അതുപോട്ടെ, പൈസ എന്തിനായി? ഓക്കെയാണ്, എണ്ണിക്കൊണ്ടിരിക്കണം. ഇപ്പൊ കൊണ്ടുവരും. അപ്പൊ മറക്കല്ലേ 2,500 എനിക്ക് തരണം. തരും മിണ്ടായി. ചേട്ടാ 12,500 തികച്ചുണ്ട്. അതെ, ഞാൻ സാന്ദ്ര തോമസ്. ചേട്ടാ സാന്റ എവിടെ? ഇവിടെ സാന്റ എവിടെ ഏട്ടാ? പോയോ? വലതുവശത്തൊക്കെ നോക്കടി. ഇവിടേക്ക് പെണ്ണെന്തിരി
ദാണ്ട് ഇവിടെ നോക്കാം, ഇങ്ങോട്ട് നോക്ക്, ദാണ്ട് കിടന്നോ. ഞാനാണ്. കാണാൻ പറ്റണില്ല. ഇല്ല നീ ഏട്ടാ. സൂക്ഷിച്ചു നോക്കി നോക്ക്, എവിടെയെങ്കിലും ഉണ്ടാന്ന്. എങ്ങോട്ട്? എവിടെയെങ്കിലും ഒക്കെ നോക്ക്. കാണാൻ പറ്റില്ല. ഇല്ല ഏട്ടാ. കിണറ്റിന്റെ സൈഡിലോട്ട് നോക്കടി. അയ്യോ ചേട്ടാ, ഞാൻ ഇനി പൈസ ആദ്യമേ കൊടുക്കൂലെന്ന് പറഞ്ഞതുകൊണ്ട് സാറിന്റെ പിണങ്ങി പോയോ? അയ്യോ എന്റെ ദൈവമേ, ഇനി ഞാൻ ശരിക്കും അപ്രത്യക്ഷമായ. ഇനി എന്റെ പിള്ളേർ എന്നെ എയറിലൊക്കെ അച്ഛാന്ന് വിളിക്കേണ്ടി വരുമോ? എനിക്ക് കാണാം. തന്നെ അപ്പൊ പൊളിഞ്ഞു. ശ്ശോ. അയ്യോ. വിട്ടോ. രായണ, ഓ എന്തോ കളെ, നല്ല കോസ്റ്റ്യൂം. ഞാൻ പറഞ്ഞില്ലേ കിടുക്കാച്ചി കോസ്റ്റ്യൂമാണെന്ന്. ഞാൻ പറഞ്ഞു സാന്റാ ക്ലോസ് ആണെന്ന്. ഛോ, കണ്ടപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി കളഞ്ഞു. അത് പിന്നെ ഏത് കഥാപാത്രം കിട്ടിയാലും ഞാൻ അരിഞ്ഞ് അഭിനയിക്കും. ഇപ്പൊ തന്നെ ഈ ചോപ്പം കൂടിയിട്ട് ഒരു കുറിയിട്ടാ ഞാൻ ഭീഷ്മരായി. ദുര്യോധന. ഛേ, ശ്ശോ, എനിക്ക് വയ്യ. രായണ, എല്ലാം ഓക്കെ ആയിരുന്നു. ഈ സ്ലിപ്പർ എവിടുന്ന് മേടിച്ചത്? അത് നമ്മളെ ബാവണന്റെ കടയിൽ നിന്ന്. എവിടുന്ന്? ബാവണന്റെ കടയിൽ നിന്ന്. ആണല്ലേ. ഇതാണ് പറ്റിച്ചത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്നാ വേഗം രായണ ചെല്ലി. രായണ, ഓ ടോർച്ച് വല്ലതും വേണോ? വേണ്ട, ഞാൻ മിന്നാമിനിങ്ങിന്റെ വെട്ടത്തിൽ അങ്ങ് പൊക്കോളാം. എന്നാ രായണ ചെല്ല് പോ. ഓ ഇടിക്കുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിനും പേടിച്ചോ. നിങ്ങളെ ഇടിക്കാനും തോന്നുന്നില്ല, കൊല്ലാനും തോന്നുന്നില്ല. ഒരു ഉപയോഗമില്ലാത്ത മനുഷ്യൻ. എന്റെ ദൈവമേ, എന്റെ ഈ പ്രശ്നമൊക്കെ എന്ന് അവസാനിക്കുമെന്തോ. ആരുമില്ല ഇതൊക്കെ ഒന്ന് കാണാൻ. ഇത് തീർന്നില്ലേ മനുഷ്യ? ഹാപ്പി ക്രിസ്മസ് 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 ക്രിസ്മസ്. ഓ, ഇതേതോ കൂടി അനത്തിപ്പെട്ടതാ. ഡിങ് ഡാങ് ഡിങ് ഡിങ് ഡാങ് ഡിങ് ഡാങ് ഡിങ് ഡാങ് ഡിങ് ഡാങ് ഡി ഡിങ് ഡാങ് ഡിങ് ഡാ ആ ഡിങ് ഡാങ് ഡി ഡിങ് ഡാങ് ഡിങ് ഡാങ് ഡിങ് ഡാങ് ഡിങ് ഡാങ് ഡി ഡിങ് ഡാങ് ഡിങ് ഡാ. എങ്ങനെയുണ്ട്? മ്യൂസിക് മാറി. ഡിങ് ഡിങ് ഡാങ് ഡിങ് ഡിങ് ഡാങ് ഡിങ് ഡിങ് ഡാങ് ഡലിങ് ഡിങ് ഡിങ് ഡാങ് ഡിങ് ഡിങ് ഡാങ് ഡിങ് ഡിങ് ഡാങ് ഡലി. മോനെ ഷിബു, എന്ത് ചേച്ചി? നല്ല ഡാൻസടാ, സൂപ്പർ, പൊളിച്ച്. എടാ, അങ്ങേർക്കേ വയ്യ. നീ അതിന്റെ കൂടെ നടന്ന് നശിക്കല്ലേ. മര്യാദക്ക് ജോലിക്ക് പോ. ഞാൻ പറഞ്ഞോണ്ടേ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയട്ടെ ചേച്ചി, എന്തായാലും സംഭവം മട്ടം പൊളിഞ്ഞ സ്ഥിതിക്ക് വീട്ടിൽ അമ്മ ചോറ് വെച്ചില്ല, അകത്തിരിക്കുന്ന ബീഫും അപ്പം തിന്നിട്ട് പോട്ടോ. എടാ, നീ എന്റെ അടിക്കരുത്. പറയട്ടെ, എന്തായാലും വട്ടം പൊളിഞ്ഞ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കേട്ടാ. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അമ്മ